let's look the differences between all together and all together. Similar ആയിട്ട് തോന്നുന്ന വേർഡ്സ് തന്നെയാണ്. ഒരെണ്ണത്തിന് നമ്മൾ ALL അടുത്തതിൽ AL ആണ് വരുന്നത്. So we can just look on to the differences between these two words. All together എന്ന് പറയുമ്പോൾ ഒരുമിച്ച് എന്നുള്ളതാണ്. In a group എന്നോ simultaneous ആയിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു എന്നൊക്കെയാണ്. It shows the unity of an action. അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. For example, the family was all together for the holiday dinner. ഇവിടെ all together എന്ന് പറയുമ്പോൾ എവ്രി വൺ വാസ് പ്രസന്റ് ടുഗെദർ, ഒരുമിച്ചുണ്ടായിരുന്നു എന്നാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് വൺ all together. ഇതൊരു adverb ആണ്, വിച്ച് മീൻസ് എൻറ്റയർലി, കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ടോട്ടലൊക്കെ നമ്മൾ പറയുമ്പോൾ ഓൾ ടുഗെദർ എത്ര രൂപയായി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനാണ് ഈ ഒരു adverb നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ട്രിപ്പ് കോസ്റ്റ് 10,000 rupees all together. 10,000 രൂപ ചെലവായി എന്നുള്ളതാണ് അവിടെ all togetherന്റെ മീനിങ് വരുന്നത്. താങ്ക് യു.